ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു തുടങ്ങിയത് ഇസ്രാ മിഅ്റാജിന്റെ തുടക്ക ഭാഗമാണ്. ബുറാഖിനെ സംബന്ധിച്ചാണ് നാം അവസാനം പറഞ്ഞെത്തിയത്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുറാഖിൽ കയറി എങ്ങോട്ട് പോയി? ഫാത്തയ ബൈത്തുൽ മുഖദ്ദസ് ലിതഹ്സുല ലഹു മുശാഹദതുഹു വൽ ഐമാൻ. ഫാത്തയ ബൈത്തുൽ മുഖദ്ദസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും ബുറാഖിന് പുറത്തായി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി, മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി. ഫലസ്തീനിലാണല്ലോ ഉള്ളത്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് എന്തിനാ പോയത്? ലക്ഷ്യം 7 ആകാശങ്ങളും അതിൻ്റെ അപ്പുറത്തുള്ള അർശും കുർസിയും അതിനും അപ്പുറത്തുള്ള ലോകങ്ങളൊക്കെ സന്ദർശിക്കലാണ് യാത്രയുടെ പ്രധാന ലക്ഷ്യം. കാരണം ഈ യാത്ര യഥാർത്ഥത്തിൽ ആകാശാരോഹണമാണ്, വാനലോകത്തേക്കുള്ള പുറപ്പാടാണ്. വലിയൊരു യാത്ര തന്നെയാണ്. ഈ വലിയ യാത്രയുടെ തുടക്കമായി എന്തിനാണ് മക്കയിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് പോയത്? അതിന്റെ രഹസ്യമാണ് മൗലിദുൽ ഹുസ്നൈനിയിൽ പറയുന്നത്, ലിതഹ്സുല ലഹു മുശാഹദതുഹു വൽ ഐമാൻ. ആ മസ്ജിദുൽ അഖ്സ ഒന്ന് ദർശിക്കാൻ വേണ്ടിയും ഒന്ന് കാണാൻ വേണ്ടിയും, വൽ ഐമാൻ, ആ മസ്ജിദുൽ അഖ്സയുടെ അടുത്ത് ധാരാളം അംബിയ മുർസലീങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ധാരാളം അംബിയ മുർസലീങ്ങളുടെ ഖബറുകൾ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്തുമുണ്ട്. അപ്പോൾ അവരെ സിയാറത്ത് ചെയ്തിട്ടും ബൈത്തുൽ മുഖദ്ദസിൽ പോയിക്കൊണ്ട് അവിടുത്തെ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി. മസ്ജിദുൽ അഖ്സയെ കാണൽ തന്നെ, അതിൽ തന്നെ ഒരു രഹസ്യമുണ്ട്. മറ്റൊന്ന്, അവിടെ ചെന്ന് ചുറ്റുഭാഗത്തുള്ള അംബിയ മുർസലീങ്ങളുമായി അവരെ സന്ദർശിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ അഖ്സയിൽ എത്തുമ്പോൾ, ബൈത്തുൽ മുഖദ്ദസിൽ എത്തുമ്പോൾ അവിടെ മറവ് ചെയ്യപ്പെട്ട അമ്പിയാക്കന്മാർ മാത്രമല്ല, അമ്പിയാക്കന്മാരെല്ലാവരും മരണശേഷവും അവരുടെ ഖബറുകളിൽ അഹ്യ ആണ് എന്നാണ് ഹദീസുകളിലുള്ളത്. ജീവസുറ്റവരാണ്. മുഴുവൻ അംബിയ മുർസലീങ്ങളും അവരുടെ ഖബറുകളിൽ ഇരിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, റഅയ്തു മൂസ യുസല്ലി ഫിൽ ഖബർ. മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. മൂസാ നബിയുടെ ഖബറിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ അംബിയ മുർസലീങ്ങളും അവരുടെ ഖബറിൽ ജീവിച്ചിരിപ്പുണ്ട്. ഈ അംബിയ മുർസലീങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ എല്ലാവരും അവിടെ റസൂലുള്ളാഹിന്റെ കൂടെ പള്ളിയിൽ ഒരുമിച്ച് കൂടി. മുഴുവൻ അംബിയ മുർസലീങ്ങളും അവിടെ ഖബർ ഉള്ളവരും അല്ലാത്തവരും എല്ലാവരും, ആദം നബി അലൈഹി സ്വലാം മുതൽ ഈസാ നബി വരെയുള്ള ലക്ഷക്കണക്കിനുള്ള അംബിയ മുർസലീങ്ങളൊക്കെ ആ മസ്ജിദുൽ അഖ്സയിൽ ഒരുമിച്ചു. അപ്പോൾ ബൈത്തുൽ മുഖദ്ദസിൽ അത്ര 1,00,000 പേരാം അംബിയ മുർസലീങ്ങൾക്ക് ഒരുമിച്ച് കൂടാനുള്ള സ്ഥലമുണ്ടോ എന്ന് ചോദിക്കരുത്. കാരണം അത് അംബിയ മുർസലീങ്ങളുടെ അർവാഹാണ് അവിടെ ഒരുമിച്ച് കൂടുന്നത്. അർവാഹിന് കുറഞ്ഞ സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ കഴിയും. മലക്കുകൾക്കും അർവാഹിനെല്ലാം കുറഞ്ഞ സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ കഴിയും. അപ്പോൾ അംബിയ മുർസലീങ്ങളെ കണ്ടുകൊണ്ടുള്ള ബറക്കത്ത് കിട്ടാൻ, പിന്നെയോ വലിയസിഫഹു ലിന്നാസ്. മൂന്നാമത്തെ കാരണം, ബൈത്തുൽ മുഖദ്ദസ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട് അവിടെ പോവൽ, ഈ യാത്ര യഥാർത്ഥ യാത്രയാണ്, ഒരു സ്വപ്നമല്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇസ്രാ നടത്തിയിട്ടുണ്ട്. രാത്രിയുടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവിടെ പോയി, അവിടുന്ന് ആകാശത്തേക്ക് പോയി തിരിച്ചു വന്നിട്ടുണ്ട് എന്നതിന് ഒരു തെളിവും കൂടെയാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയത്. വലിയസിഫഹു ലിന്നാസ്, ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടി. എന്ത്? ബൈത്തുൽ മുഖദ്ദസ് എങ്ങനെയാണ് ഉള്ളത് എന്ന്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ റസൂലുള്ളാഹിനെ പറ്റി, ഈ യാത്രനെ പറ്റി. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു. മസ്ജിദുൽ ഹറാമിൽ നിന്ന്, കഅബാലയത്തിൽ നിന്ന് നാം അള്ളാഹു തൻ്റെ അടിമയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാപ്രയാണം നടത്തി. ലൈലൻ, രാത്രിയിലെ അല്പസമയത്തിനുള്ളിൽ. എവിടുന്ന്? മസ്ജിദുൽ ഹറാമിൽ നിന്നും ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക്. അല്ലദീ ബാറക്നാ ഹൗലഹു, ആ മസ്ജിദുൽ
അക്സയുടെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ ചുറ്റും നാം വലിയ ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. അതെന്താ? അവിടെ അമ്പിയാക്കന്മാരുടെ വാസസ്ഥലമാണ്. ലിനുരിയഹു മിൻ ആയാതിന. അപ്പോൾ മസ്ജിദുൽ അക്സയിലേക്ക് കുറഞ്ഞ ടൈം കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് എത്തുന്നത്. ഒരു മാസത്തെ വൈദൂരമുണ്ട് എന്നാണ് പറയുന്നത്. അക്കാലത്ത് മസ്ജിദുൽ ഹറാമിൽ നിന്നും കഅബാലയത്തിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്താൻ ഒരു മാസം യാത്ര ചെയ്യണം. അത്രയും ദൈർഘ്യമുണ്ട്. ആ ദൈർഘ്യമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുറഞ്ഞ ടൈം കൊണ്ട് അങ്ങോട്ട് പോയി അവിടുന്ന് അങ്ങോട്ട് കോടാനുകോടി വർഷം സഞ്ചരിച്ചാൽ പോലും എത്താത്ത അത്രയും ദൈർഘ്യം റസൂലുള്ളാഹി ആകാശങ്ങളിലേക്ക് പോയി സുബഹിയുടെ മുമ്പായിട്ട് തിരിച്ചു വന്നു. രാത്രി പകുതിയായതിൻ്റെ ശേഷമാണ് യാത്ര തുടങ്ങുന്നത്. തിരിച്ചു വന്നു. ഈ വിഷയം മക്കക്കാരോട് പറഞ്ഞപ്പോൾ മക്കക്കാർ അത് നിഷേധിച്ചു. പലരും നിഷേധിച്ചു. അവർ ചോദിച്ചു, അവരിൽ പലരും ബൈത്തുൽ മുഖദ്ദസ്, അതായത് മസ്ജിദുൽ അക്സ പോയി കണ്ടിട്ടുണ്ട്. മസ്ജിദുൽ അക്സ അന്നത്തെ കാലത്തിന് കഅബ എന്ന് പറയുന്നത് പോലെ ലോകത്ത് പ്രസിദ്ധമായ ഒരു ഗേഹമാണ്, മന്ദിരമാണ്, പള്ളിയാണ്. ആ പള്ളി പലരും പോയി കണ്ടിട്ടുണ്ട്. ലോകത്തുള്ളവരെല്ലാം കഅബ കാണാൻ ചൊല്ലുന്നത് പോലെ മസ്ജിദുൽ അക്സ കാണാൻ പോവാറുണ്ട്. മക്കയിലുള്ള പലരും അത് കണ്ടുവന്നവരാണ്. ആ മസ്ജിദുൽ അക്സക്ക് എത്ര ഡോറുണ്ട് എന്നിവരെ എണ്ണി കണക്കാക്കി പോകുന്നവരുണ്ട് അവരുടെ കൂട്ടത്തിൽ. അത്ര അവർക്ക് സുപരിചിതമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ടാണ് അങ്ങോട്ട് മസ്ജിദുൽ അക്സ പോയി കാണുന്നത്. അവരൊറ്റ കാഴ്ച അവിടെ പോയി നിസ്കരിച്ചിട്ടേ ഉള്ളൂ. ഒരാളൊരു പള്ളിയിൽ കയറി നിസ്കരിക്കുമ്പോൾ ആ പള്ളിയുടെ കവാടങ്ങളൊന്നും എണ്ണി വെക്കൂല. എത്ര കവാടുണ്ട് എണ്ണി വെക്കൂല. അങ്ങനെ ഇവർ മുത്തനബി ഇങ്ങനെ പറഞ്ഞപ്പോൾ മക്കക്കാർ പറഞ്ഞു, നീ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മസ്ജിദുൽ അക്സയ്ക്ക് എത്ര വാതിലുണ്ട് എന്ന് നീ പറയും. ഇവർക്കറിയാം കറക്റ്റായിട്ട് എത്ര വാതിലുണ്ട് എന്ന്. ആ സമയത്ത് മുത്തനബി യഥാർത്ഥത്തിൽ ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. സ്വാഭാവികമായ ഒരു പള്ളിയിൽ ഒരാൾ കയറിയാൽ ആ പള്ളിക്ക് എത്ര വാതിലുണ്ട്, ജനവാതിലുണ്ട് എന്ന് ആരും എണ്ണി നോക്കൂല. സാധാരണഗതിയിൽ അത് പതിവില്ല. അപ്പോൾ എത്ര ഡോറുണ്ട് എന്ന എണ്ണം മുത്തനബിക്ക് അറിയാതിരുന്നാൽ നബി തങ്ങൾ പോയിട്ടില്ല എന്ന് വരൂല. പക്ഷെ അവരങ്ങനെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി അങ്ങനെ ചോദിച്ചു. അന്നേരം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മസ്ജിദുൽ അക്സയുടെ രൂപം മുത്തനബിയുടെ മുന്നിൽ ഇങ്ങനെ ഹാജരാക്കി. മുത്തനബി അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഓരോ ഭാഗത്തുമുള്ള വാതിലിൻ്റെ എണ്ണം പറഞ്ഞു. അങ്ങനെ സംഭവം ഉണ്ടായി. അപ്പോൾ ഈ മുശ്രിക്കീങ്ങൾക്ക് ഒരു തെളിവ് ആകാൻ വേണ്ടി മക്കയിൽ നിന്ന് പോയിട്ടുണ്ട്, 30 ദിവസം യാത്ര ചെയ്താൽ മാത്രം എത്തുന്ന അത്രയും അകലത്തേക്ക് എന്തായാലും പോയിട്ടുണ്ട്. അങ്ങനെ 30 ദിവസം യാത്ര ചെയ്താൽ മാത്രം എത്തുന്ന അകലത്തേക്ക് കുറഞ്ഞ മണിക്കൂറുകളെ കൊണ്ട് മുഹമ്മദ് നബി പോയിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെട്ടാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടും പോവാമല്ലോ. അത് ഊഹിക്കാവുന്നതേ ഉള്ളല്ലോ. വലിയ സിഫഹുലിന്നാസ്. അപ്പോൾ അതൊരു തെളിവായി, മുത്തനബിക്കൊരു തെളിവായി ഈ മസ്ജിദുൽ ഹറാമിലേക്ക് പോയി എന്ന് പറഞ്ഞത്, ഈ യാത്ര നടന്നിട്ടുണ്ട് എന്നതിന് തെളിവായി. ഫതഖൂമുൽ ഹുജ്ജത്തു, തെളിവ് നിലനിൽക്കാൻ വേണ്ടി അലാ കുല്ലി മുകദ്ദിബിൻ, നബി തങ്ങളുടെ ഈ യാത്രയെ, ഇസ്രാ മിഅ്റാജ് യാത്രയെ നിഷേധിക്കുന്ന എല്ലാവർക്കും എതിരിൽ തെളിവ് നിൽക്കാൻ വേണ്ടി ഗയ്യാൻ, അങ്ങേയറ്റം പിഴച്ചുപോയ അധർമ്മിയായ കളവാക്കുന്ന ആളുകൾ, അവർക്കെതിരിൽ ഒരു തെളിവായി നിൽക്കാൻ വേണ്ടിയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം മസ്ജിദുൽ അക്സയിലേക്ക് പോയത്. ഇങ്ങനെ 3 കാരണങ്ങളുണ്ട്. വജുമിഅ ലഹുൽ അംബിയാഉ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായി എല്ലാ അംബിയാ മുർസലീങ്ങളും മസ്ജിദുൽ അക്സയിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. വഖദ്ദമത് കജമീഉൽ അംബിയാഇ ബിഹാ والرسل تقديم مخدوم على خدمه. മസ്ജിദുൽ അക്സയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അമ്പിയാക്കന്മാരും ഒരുമിച്ച് കൂടിയപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചു. അവർ ഓരോരുത്തർക്കും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള എല്ലാ അമ്പിയാ മുർസലീങ്ങൾക്കും അള്ളാഹു തആല നൽകിയ സ്ഥാനമാനങ്ങളൊക്കെ പരസ്പരം അവർ പങ്കിട്ടു. അങ്ങനെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ ഏറ്റവും സമുന്നതരായി ഏറ്റവും സ്ഥാനമാനം നൽകപ്പെട്ട ആൾ അള്ളാഹുവിൻ്റെ ഹബീബാണെന്ന് അവരെല്ലാം സമ്മതിച്ചു. അങ്ങനെ ആ സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞു. അവിടെ വെച്ച് 2 റക്അത്ത് ആ പള്ളിയിൽ കയറി നിസ്കരിച്ചു. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ അംബിയാ മുർസലീങ്ങൾക്ക് കിട്ടുന്ന
അമൂല്യമായൊരു ചാൻസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാമൂമായിട്ട് നിസ്കരിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി അവിടെ ഇമാമായിട്ട് നിസ്കരിച്ചു. മുഴുവൻ അംബിയ മുർസലീങ്ങളും റസൂലുള്ളാഹിക്ക് പിന്നിൽ മഅ്മൂമായി നിരന്നു. ഫസല്ലാ ബിഹിം റക്അത്തൈൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മഅ്മൂമാക്കി 2 റക്അത്ത് നിസ്കരിച്ചു. ബിൽ ബറകത്തി തസ്ഖറാൻ, ആ 2 റക്അത്ത് വലിയ ബറക്കത്ത് നിറഞ്ഞ പുണ്യം നിറഞ്ഞ 2 റക്അത്തായിരുന്നു റസൂലുള്ളാഹി നിസ്കരിച്ചത്. മുത്തുനബി ഇമാമായി, മുഴുവൻ അംബിയ മുർസലീങ്ങൾ മഅ്മൂമായുള്ള പുണ്യങ്ങൾ നിറഞ്ഞ 2 റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെയുണ്ട്. യാത്രയിൽ നമ്മൾ സിയാറത്ത് ചെയ്യാനൊക്കെ പോകുമ്പോൾ അവിടെ ഉണ്ടാവും, ഔലിയാഹിനെ സിയാറത്ത് ചെയ്യാനൊക്കെ പോയാൽ, അംബിയാനെ സിയാറത്ത് ചെയ്യാൻ പോയാൽ അവിടെ ഒരു പള്ളി സാധാരണ ഇതിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ ചെന്നാൽ ആ പള്ളിയിൽ കയറി 2 റക്അത്ത് തഹയ്യത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അതിൻ്റെ ശേഷമാണ് സിയാറത്ത് ചെയ്യാൻ പോവേണ്ടത്. നമ്മൾ മദീന സിയാറത്ത് ചെയ്യുന്ന മര്യാദകളും പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് ഇനി അത് വരും. മദീന സിയാറത്ത് ചെയ്യാൻ പോയാലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ച് എന്നിട്ടാണ് സിയാറത്ത് ചെയ്യാൻ ചെല്ലേണ്ടത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് 2 റക്അത്ത് നിസ്കരിച്ചു. ഇവിടെ നമുക്ക് മറ്റൊരു പാഠം കൂടെയുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഒരു യാത്രക്ക് തുടക്കം കുറിച്ചപ്പോൾ അതിൻ്റെ ഒരു മര്യാദയാണ് വലിയ മഹാന്മാരെ ഒന്ന് സിയാറത്ത് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് പതിവുണ്ട്, നാം ഉംറക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ജോലി ആവശ്യാർത്ഥം വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ നാടിൻ്റെ തൊട്ടടുത്തുള്ള മഹാന്മാരെ, ഔലിയാഹിനെ സിയാറത്ത് ചെയ്ത് അവരോട് യാത്രക്കൊന്ന് പറഞ്ഞിട്ട് ഇന്ന ആവശ്യത്തിന് വേണ്ടി യാത്ര പോവുകയാണെന്ന് പറഞ്ഞാൽ ആ യാത്രയിൽ അവരുടെ തിരുനോട്ടവും അവരുടെ പ്രാർത്ഥനയും അവരുടെ ഷഫാഅത്തുമൊക്കെ ഉണ്ടാവും. സാധാരണഗതിയിൽ നാമൊക്കെ ഉംറക്ക് പോവുകയാണെങ്കിൽ ഇതുപോലത്തെ സിയാറത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഇതുപോലത്തെ യാത്ര ചെയ്യുകയാണെങ്കിൽ നാം മടവൂർ പോവാറുണ്ട്, അല്ലെങ്കിൽ മമ്പുറത്ത് ചെല്ലാറുണ്ട്. അവിടെ ചെന്നിട്ട് ആ മഹാന്മാരോട് പറയും, ഞങ്ങളിങ്ങനെ ഒരു യാത്ര ഉദ്ദേശിക്കുന്നു, ഇവിടുത്തെ തിരുനോട്ടവും ഇവിടുത്തെ പ്രാർത്ഥനയും ഇവിടുത്തെ ഷഫാഅത്തൊക്കെ വേണമെന്ന് നാം പറയാറുണ്ട്. ഹജ്ജിന് പോകുമ്പോൾ നാം അജ്മീർ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാൻ പോവാറുണ്ട്. അതിനൊക്കെയുള്ള അടിസ്ഥാനമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ ദർശിക്കാൻ വേണ്ടിയും അതുപോലെ 7 ആകാശങ്ങളും അതിനപ്പുറത്തുമുള്ള ലോകത്തെ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ ഭൂമിയിലുള്ള മഹാന്മാരാവുന്ന അംബിയ മുർസലീങ്ങൾ ധാരാളമുള്ള സ്ഥലമാണ് ബൈത്തുൽ മുഖദ്ദസ്. അവിടെ നിന്ന് സിയാറത്ത് ചെയ്തു പോയി. ثم عرج به إلى السماوات, ആ സിയാറത്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു അവിടെ വലിയൊരു ലിഫ്റ്റ് കൊണ്ടുവരപ്പെട്ടു. ആ ലിഫ്റ്റിലൂടെ ബുറാഖ് ആ ലിഫ്റ്റിലൂടെ അങ്ങ് കയറിപ്പോയി. സുമ്മ ഉരിജ ബിഹി ഇല സമാവാത്തി, 7 ആകാശങ്ങളിലേക്ക് ലക്ഷ്യം വെച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ലിഫ്റ്റിൽ കൊണ്ടുപോകപ്പെട്ടു, മുകളിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. ആകാശത്തിലേക്കുള്ള യാത്രയാണ്. ഈ ആകാശത്തിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ആകാശത്തിലേക്കുള്ള യാത്ര അതിന്ന് ഒരു ശാസ്ത്രത്തിനും കഴിയാത്ത യാത്രയാണ്. ഏത് ആകാശം? ആകാശം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ചുറ്റുമുള്ള ഭാഗം, ആ വായുമണ്ഡലം, അതിന് ആകാശം എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ബഹിരാകാശം എന്നൊക്കെ പറയാറുണ്ട്. വായു ഓക്സിജനും ഒക്കെ ഉള്ള മേഖല കഴിഞ്ഞിട്ടുള്ള ആ ഭാഗം ബഹിരാകാശം എന്നൊക്കെ പറയാറുണ്ട്. അതൊന്നല്ല ആകാശം എന്ന് പറയുന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ആ ആകാശത്തേക്ക് ശാസ്ത്രജ്ഞർ പോകുന്നുണ്ട്, ശാസ്ത്രജ്ഞർ കണ്ടുപിടിക്കുന്ന പേടകങ്ങൾ പോവാറുണ്ട്. അതല്ല നാം വിശുദ്ധ ഖുർആനിലും ഹദീസിലും പറയുന്ന ആകാശം. വിശുദ്ധ ഖുർആനിലും ഹദീസിലും പറഞ്ഞ ആകാശം എന്ന് പറയുന്നത് അത് വലിയ ലോകമാണ്. വബനൈന ഫൗഖക്കും സബ്അൻ ഷിദാദ, അതിശക്തമായ, ഒരാൾക്ക് ഒരു ശക്തിക്കും ബലഹീനപ്പെടുത്താൻ സാധിക്കാത്ത, പൊളിക്കാൻ സാധിക്കാത്ത അതിശക്തമായ അല്ലാഹു തആല ശക്തി എന്ന് പറയുന്നത്. അതിശക്തമായ 7 ആകാശങ്ങൾ നാം നിർമ്മിച്ചിട്ടുണ്ട്
എന്ന് അള്ളാഹു തആല നിർമ്മാണം നടത്തിയിട്ടുണ്ട്. നാം നിർമ്മാണം നടത്തിയെന്ന് അള്ളാഹു പറയുമ്പോൾ അത് അത്രയും വലുതാവുമ്പോഴാണ് നാം നിർമ്മിച്ചു എന്നൊക്കെ അള്ളാഹു പ്രയോഗിക്കുക. അപ്പം അങ്ങനെ ഒരു ആകാശമുണ്ട്. ആ ആകാശം എവിടെ എന്ന് ആ ആകാശത്തിനെ കാണാൻ ശാസ്ത്രജ്ഞന് സാധിച്ചിട്ടില്ല. അത് സാധിക്കുമെന്ന് തോന്നുന്നുമില്ല. എന്തുകൊണ്ട്? ഭൂമിയിൽ നിന്ന് അത്രയും അകലെയാണ് അത് നിൽക്കുന്നത്. ഭൂമിക്ക് ചുറ്റുമുള്ള ബഹിരാകാശത്തിൻ്റെയോ അല്ലെങ്കിൽ നക്ഷത്ര ഗാലക്സികളുടെയോ പരിധിയോ അതിൻ്റെ അകലമോ ലോകത്തുള്ള ഈ പ്രപഞ്ചത്തിലുള്ള ഗാലക്സികളുടെ എണ്ണമോ ഒന്നും കണ്ടുപിടിച്ച് തീർക്കാൻ ശാസ്ത്രജ്ഞരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇന്ന് കണ്ടുപിടിക്കപ്പെട്ട ഭൂമിയിൽ നിന്ന് ഏറ്റവും അകന്ന് നിൽക്കുന്ന നക്ഷത്രം ഏതാണെന്നറിയോ? ഇയറണ്ടൽ എന്ന് പറയുന്ന നക്ഷത്രമാണ് ഇന്ന് ലേറ്റസ്റ്റായി ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും ദൂരെയുള്ള, ഭൂമിയിൽ നിന്ന് ദൂരെയുള്ള നക്ഷത്രം ഇയറണ്ടൽ. ആ നക്ഷത്രം ഭൂമിയിൽ നിന്ന് എത്ര അകലെയെന്നറിയുമോ? 2800 കോടി പ്രകാശവർഷം അകലെയാണ് ആ നക്ഷത്രം നിൽക്കുന്നത്. ഭൂമിയിൽ നിന്നും 2800 കോടി പ്രകാശവർഷം 2800 കോടി പ്രകാശവർഷം അകലെയാണ് ആ നക്ഷത്രം നിൽക്കുന്നത്. ഞാൻ എന്തിനാണ് പറയുന്നത്? ആകാശയാത്രയെക്കുറിച്ച് നിങ്ങൾ ഉൾക്കൊള്ളണം. മുഴുവൻ നക്ഷത്രങ്ങളും മുഴുവൻ ഗാലക്സികളും കഴിഞ്ഞിട്ടാണ് അല്ലാഹു തആല മുഴുവൻ നക്ഷത്രങ്ങളുടെയും ഗാലക്സികളുടെയും മീതെ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിക്ക് ചുറ്റും ആ നക്ഷത്രങ്ങൾ കഴിഞ്ഞിട്ട് അല്ലാഹു തആല ഒരു മഹാ ഓഷ്യൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ബഹ്റു മുഹീത്ത്, വലയം ചെയ്ത് നിൽക്കുന്ന ഒരു മഹാ കടലിനെ, സമുദ്രത്തെ അല്ലാഹു തആല പടച്ചു വെച്ചിട്ടുണ്ട്. ആ സമുദ്രം കഴിഞ്ഞിട്ട് ഹദീസിൽ കാണാം ഖാഫ് എന്ന് പറയുന്ന ഒരു മലയെ അല്ലാഹു പടച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞതിന് ശേഷമാണ് ഒന്നാം ആകാശം നിൽക്കുന്നത്. അപ്പോൾ ആ ഓഷ്യൻ, ബഹ്റുൽ മുഹീത്ത്, ആ മഹാസമുദ്രം, ലോകമഹാസമുദ്രം, ആ സമുദ്രത്തിൻ്റെ ചുവടെയാണ് മുഴുവൻ നക്ഷത്രങ്ങളും ഗാലക്സികളും ഉള്ളത്. ഇന്ന് കണ്ടുപിടിക്കപ്പെട്ട ഏറ്റവും അകലെയുള്ള നക്ഷത്രം 2800 കോടി പ്രകാശവർഷം അകലെ നിൽക്കുന്നു. എന്താണ് ഈ പ്രകാശവർഷം? പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശവർഷം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ അകലെ പോവും. പ്രകാശത്തിൻ്റെ സ്പീഡ്, പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ പ്രകാശം സഞ്ചരിക്കുന്ന കിലോമീറ്ററാണ് പറയുന്നത്. പ്രകാശവർഷം ഒരു വർഷം നിൽക്കാതെ പ്രകാശം സഞ്ചരിക്കുകയാണെങ്കിൽ എത്ര ദൂരെത്തും? അതാ പ്രകാശവർഷം. ഒരു സെക്കൻഡിൽ തന്നെ 3 ലക്ഷം അകലെ പോകും പ്രകാശം. ഈ 3 ലക്ഷം അകലെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ലക്ഷം കിലോമീറ്റർ. 3 ലക്ഷം കിലോമീറ്റർ അകലെ പോകും പ്രകാശവർഷം ഒരു സെക്കൻഡിൽ. അപ്പോൾ പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്ര കിലോമീറ്റർ ഉണ്ടത്? പ്രകാശവർഷം 9.46 ലക്ഷം കോടി കിലോമീറ്ററാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. 9.46 ലക്ഷം കോടി, 9.46 ലക്ഷം കോടി കിലോമീറ്ററാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. അങ്ങനത്തെ പ്രകാശവർഷം 2800 കോടി പ്രകാശവർഷം അകലെ നിൽക്കുന്നു ഈ പറയുന്ന ഇപ്പം അടുത്ത് കണ്ടുപിടിക്കപ്പെട്ട ആ നക്ഷത്രം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ പ്രകാശം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ തന്നെ 3 ലക്ഷം കിലോമീറ്റർ അകലെ പോകുന്നുണ്ട്. ഈ ഭൂമി മൊത്തം നമ്മൾ തിരുവനന്തപുരത്തേക്ക് മംഗലാപുരത്ത് നിന്ന് എത്ര കിലോമീറ്ററാണ്? 500 കിലോമീറ്ററോളം. ഇവിടുന്ന് മലപ്പുറത്തുനിന്ന് അമേരിക്കയിലേക്ക് എത്ര കിലോമീറ്ററാണ്? പോട്ടെ, അതും പോട്ടെ. നമുക്ക് നാം ഇരിക്കുന്ന ഈ പോയിന്റിൽ നിന്ന് പടിഞ്ഞാറിലേക്ക് സഞ്ചരിച്ചാൽ തിരിച്ച് കിഴക്ക് ഭാഗത്തിലൂടെ തിരിച്ചു വരും. നാം ഈ ഭൂമിനെ ഇങ്ങനെ ചുറ്റിയാൽ ഭൂമധ്യരേഖയിലൂടെ ഒരാൾ സഞ്ചരിച്ചാൽ ഭൂമിയുടെ ഒരു അറ്റത്തുനിന്ന് തിരിച്ചു വരും, മറ്റേ അറ്റത്തിലൂടെ തിരിച്ചു വരും. എത്ര ഉണ്ട് അതിൻ്റെ കിലോമീറ്റർ? 40,075 കിലോമീറ്ററാണ് ഭൂമധ്യരേഖയിലുള്ള വൈദൂരം. 40,075
75 കിലോമീറ്ററാണ് ഭൂമിയുടെ മധ്യഭാഗത്തുള്ള കിലോമീറ്റർ അകലം. അപ്പോൾ അത് 3 ലക്ഷമായിട്ടില്ല. പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ 3 ലക്ഷം ഒരു സെക്കൻഡിൽ. ഇത് 40,075 കിലോമീറ്ററുള്ള ഭൂമിക്ക് മൊത്തം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ് ഈ നക്ഷത്രങ്ങൾ നിൽക്കുന്നത്. അത് കൂട്ടിക്കൊണ്ട് അത് നാം കണക്കൂട്ടി പറയാൻ സാധ്യമല്ല. പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ എന്ന് ചോദിച്ചാൽ നമ്മെക്കൊണ്ടത് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അതിൻ്റെ എണ്ണം പറഞ്ഞാൽ തിരിയില്ല, മനസ്സിലാവില്ല. അത്രയും അകലെയാണ് നക്ഷത്രം, ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ട നക്ഷത്രം തന്നെ നിൽക്കുന്നത്. ഇതൊക്കെ ആകാശത്തിലേക്കുള്ള വൈദൂരല്ലേ പറയുന്നത്. ആകാശത്തിൻ്റെ ചുവടെയുള്ള ബഹർ മുഹീത്ത് എന്ന് പറയുന്ന അതിൻ്റെ ചുവടെയുള്ള മേഖലയിലേക്കുള്ള വൈദൂരാണ് പറയുന്നത്. അവിടുന്ന് അങ്ങോട്ട് ഒന്നാം ആകാശത്തേക്കും, ഒന്നാം ആകാശത്തിൻ്റെ തുടക്കം മുതൽ ഒന്നാം ആകാശത്തിൻ്റെ അവസാനം വരെ ഉള്ള വൈദൂരം അത്ര തന്നെ വീണ്ടും ഉണ്ട്. പിന്നെ ഒന്നാം ആകാശം മുതൽ 2-ാം ആകാശം വരെ ഈ പറഞ്ഞ എല്ലാ കിലോമീറ്ററും വീണ്ടും കൂട്ടണം, എല്ലാ പ്രകാശവർഷവും വീണ്ടും കൂട്ടണം. അവിടെ നിന്ന് അങ്ങോട്ട് 3-ാം ആകാശം, 4-ാം ആകാശം, ഇങ്ങനെ എത്രയോ കോടാനുകോടി പ്രകാശവർഷങ്ങൾ സഞ്ചരിക്കണം ഈ യാത്ര തീരണമെങ്കിൽ. അങ്ങനെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രകാശവർഷത്തിൻ്റെയും സ്പീഡിലല്ല അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാത്ര നടത്തിയത്. പ്രകാശവർഷം ഒന്നുമല്ല, രാത്രിയിൽ കുറഞ്ഞ ടൈം കൊണ്ടാണല്ലോ പോയെന്നത്. പ്രകാശവർഷം ഒന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയെന്നത് പ്രകാശവർഷത്തിൻ്റെ സ്പീഡിലാണെങ്കിൽ ഇന്നും റസൂൽ എത്തിയിട്ടുണ്ടാവില്ല, ആ യാത്ര ഇത് തിരിച്ചെത്തിയിട്ടുണ്ടാവില്ല. പിന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്ര നടത്തിയത് വർഷത്തേക്കാളും കോടാനുകോടി സ്പീഡിൽ, പ്രകാശവർഷത്തേക്കാളും കോടാനുകോടി സ്പീഡിലാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്ര നടത്തിയത്. അതൊരു ശാസ്ത്രജ്ഞന് അംഗീകരിക്കാൻ പ്രയാസമാണ്. എന്തുകൊണ്ട്? അത്രയും സ്പീഡിൽ ഒരു മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയുമോ എന്നാണ് അവരുടെ ചോദ്യം വരിക. ഇത് റബ്ബ് തആല ഖാലിഖായ അള്ളാഹു സർവ്വത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു കോട്ടവും ഒരു പോറലും സംഭവിക്കാതെ അത്രയും സ്പീഡിൽ റസൂലുള്ളാഹിനെ കൊണ്ടുപോയി. അങ്ങനെ ഫവജദ ലഹാ അബ്വാബൻ ഹഖീഖിയ്യതൻ, ആകാശത്തിന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ശരിക്കുമുള്ള സാക്ഷാൽ കവാടങ്ങളെ എത്തിച്ചു. ആകാശങ്ങൾക്ക് കവാടങ്ങളുണ്ട്. ഹദീസിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ബുഖാരി മുസ്ലിമും മറ്റും റിപ്പോർട്ട് ചെയ്ത പ്രബലമായ ഹദീസിൽ വന്നിട്ടുണ്ട് 7 ആകാശങ്ങൾക്കും കവാടങ്ങൾ ഉണ്ട്. അതെന്തിനാ പറയുന്നത്? ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ സങ്കല്പത്തിൽ അങ്ങനെ ഒരു ആകാശമില്ല. ആകാശം എന്ന് പറഞ്ഞാൽ മേൽഭാഗം അങ്ങനെ പറന്ന് വ്യാപകമായി കിടക്കുന്ന ഒരു ലോകം അത്ര ശാസ്ത്രത്തിൻ്റെ അടുത്തുള്ളൂ എന്നല്ലാതെ അത് പ്രത്യേകം ഒരു ബിൽഡിംഗ് ആയിട്ടുണ്ട് എന്നോ അതിന് കവാടുണ്ട് എന്നോ ശാസ്ത്രം അംഗീകരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ശാസ്ത്രം അത് കണ്ടിട്ടില്ല. ശാസ്ത്രം കാണാൻ കാണുമെന്ന് തോന്നുന്നുമില്ല. വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ സന്ദർശിച്ച് വന്ന റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ആകാശത്തിന് ശക്തമായ കവാടങ്ങൾ ഉണ്ട്, അതിശക്തമായ കവാടങ്ങളുണ്ട്. എന്നിട്ടോ അലൈഹ ഖുസ്സാൻ, ആ ആകാശത്തിൻ്റെ ഓരോ ആകാശത്തിൻ്റെ കവാടങ്ങളിലും പാറാവുകാരുണ്ട്. ആകാശത്തിന് പാറാവുകാരുണ്ട്. ഓരോ കവാടത്തിനും അതിൻ്റേതായ പാറാവുകാരുണ്ട്. ഒന്നാം ആകാശം അതിന് കവാടമുണ്ട്, അതിന് പാറാവുകാരനുണ്ട്. 2-ാം ആകാശത്തിനും അതുപോലെ കവാടമുണ്ട്, അതിന് പാറാവുകാരനുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആകാശയാത്ര ആകാശത്തേക്ക് അള്ളാഹു തആല ക്ഷണിച്ചതാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഴി ക്ഷണിച്ചതാണ്. ജിബ്രീലിനോട് വരാൻ റസൂലുള്ളാഹിനെ കൊണ്ടുവരാൻ പറഞ്ഞയച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുമതി നൽകിയ ക്ഷണിക്കപ്പെട്ട ഒരു യാത്രയാണ് ഈ യാത്ര. ഈ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ട് എന്നുള്ള നിലയ്ക്ക് 7 ആകാശങ്ങളുടെ കവാടങ്ങൾ മുത്തുനബി ചൊല്ലുന്നതിന് മുമ്പ് തുറന്ന് മലർത്തി സ്വാഗതം, വെൽക്കം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ സ്വീകരിക്കാനായി തുറന്നു വെച്ചിരുന്നു. വെക്കേണ്ടിയിരുന്നില്ലേ?
നാം ഏറ്റവും VIP ആയ ഒരു അതിഥിയെ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ സ്ഥാപനത്തിലേക്ക് നാം ക്ഷണിച്ചു എന്ന് സങ്കല്പിക്കുക. വെരി VIP ആണ്. അദ്ദേഹത്തെ നമ്മുടെ സ്ഥാപനത്തിലേക്കോ വീട്ടിലേക്കോ ക്ഷണിച്ചാൽ അദ്ദേഹം വരുന്ന ടൈം കൃത്യമായി നമുക്ക് അറിയാം. എന്നാൽ അദ്ദേഹം വരുന്നതിൻ്റെ മുമ്പായി നമ്മുടെ വീടിൻ്റെ മെയിൻ ഗേറ്റും തുറന്നിടണം. അദ്ദേഹത്തിന് വന്നിരിക്കാനുള്ള സീറ്റ് ഇരിക്കാനുള്ള വീടിൻ്റെ ആ ഡോറ്, വീടിൻ്റെ മെയിൻ ഡോറ് അതും തുറന്നിടണം. അത് മര്യാദയാണ്. അദ്ദേഹം വന്നതിന് ശേഷം ചാവി എടുത്ത് ഗേറ്റ് തുറക്കുക, അതിനുശേഷം വീട് തുറക്കുക എന്ന് പറയുന്നത് അത് ആ അതിഥിയോട് കാണിക്കുന്ന ഒരു അവഗണനയാണ്. സാധാരണഗതിയിൽ അങ്ങനെയാണ്. എന്തുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നപ്പോൾ അങ്ങനെ സംഭവിച്ചില്ല? മുത്തുനബി ചെന്നപ്പോൾ എന്താ സംഭവിച്ചത്? അത് ബുഖാരിയിലും മുസ്ലിമിലും പ്രബലമായ ഹദീസുകളിലൊക്കെയുണ്ട്. മുത്തുനബി ചെന്നപ്പോൾ ഡോറ് അടഞ്ഞു കിടക്കുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഡോറിൽ മുട്ടിയപ്പോൾ അപ്പുറത്തുനിന്ന് പാറാവുകാരൻ ചോദിച്ചു, മൻ അൻത്, ആരാണിത് എന്ന് ചോദിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ജിബ്രീലു, ഇത് ജിബ്രീലാണ് എന്ന് പറഞ്ഞു. ജിബ്രീലാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും തുറന്നു കൊടുത്തില്ല. അമം മഴക്ക, നിൻ്റെ കൂടെ ആരാ വേറെ? അങ്ങനെ ചോദിക്കാൻ കാരണം സാധാരണഗതിയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു ഭൂമിയിൽ നിന്ന് ആകാശത്ത് നിന്ന് മറ്റേ ആകാശത്തേക്കൊന്നും പോവാൻ ഡോറ് തുറക്കേണ്ട ആവശ്യമില്ല മലക്കുകൾക്ക്. അപ്പോൾ ഡോറ് തുറക്കാൻ വേണ്ടി മുട്ടുമ്പോൾ ഇത് ഡോറിലൂടെ വരേണ്ട ആളാണ് കൂടെ ഉണ്ട്, അങ്ങനത്തെ ഒരാൾ കൂടെ ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ആരാണ് കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം മറുപടി പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ വേഗം തുറക്കാന്ന് പറഞ്ഞാൽ അപ്പോഴും തുറന്നു കൊടുത്തില്ല മലക്ക്. പാറാവുകാരൻ തുറന്നു കൊടുത്തില്ല. അത് മലക്കിൻ്റെ വീണ്ടും ചോദ്യം, ബുഇസ ഇലൈഹി, മുഹമ്മദ് നബിക്ക് ഓർഡർ നൽകപ്പെട്ടിട്ടുണ്ടോ, ഇങ്ങോട്ട് വരാനുള്ള ഓർഡർ ഉണ്ടോ? അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, അത് ബുഇസ ഇലൈഹി, ഇങ്ങോട്ട് വരാനുള്ള ഓർഡർ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നതാ, ഫഫുത്തിഹ ലനാ, അപ്പോഴാണ് ഞങ്ങൾക്ക് ആ ഡോറ് തുറന്നു തന്നത്. കണ്ടോ? അപ്പോൾ ഒന്നാം ആകാശത്തു നിന്നാണ് ഈ ചെക്കിംഗ് ഒക്കെ നടത്തുന്നത്. എന്നാൽ ഒന്നാം ആകാശത്ത് മലക്ക് ചെക്കിങ് നടത്തിയാൽ ഉറപ്പിക്കാമല്ലോ രണ്ടാമത് ആകാശത്തുള്ള മലക്കിന് ഈ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞതാണ്, മുഹമ്മദ് നബി വരുന്നുണ്ട്, ഇനി രണ്ടാം ആകാശത്തെ പാറാവുകാരനെ ഒന്നാം ആകാശത്തെ പാറാവുകാരനെ മലക്ക് ഒന്ന് വിളിച്ചറിയിച്ചോ? ഈ ഒന്നാം ആകാശത്തുള്ള മലക്കിന് ബന്ധപ്പെടാലോ, രണ്ടാം ആകാശത്തുള്ള മലക്കിനോട് ബന്ധപ്പെടാലോ. മുഹമ്മദ് നബി വരുന്നുണ്ട്, എല്ലാം റെഡിയാണ്, ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്, ജിബ്രീൽ ഇസ്ലാമും കൂടെ ഉണ്ട്, അതുകൊണ്ട് അവിടെ തുറന്നേക്കണമെന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞോ? അള്ളാഹും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് 7 ആകാശങ്ങളിലും ഇങ്ങനെ അനുഭവം ഉണ്ടായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദമായി ഓരോ ആകാശത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴും നടന്ന ഇതേ ക്രിയ, ഇതേ സംഭവം, ഈ അനുഭവം റസൂലുള്ളാഹി നേരത്തെ സംഭവിച്ചതുപോലെ എന്ന് പോലും പറയാതെ ആവർത്തിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് 7 ആകാശത്തുള്ളതും. എന്താണ് അതിൻ്റെ രഹസ്യം? സാധാരണഗതിയിൽ നാം മിഅ്റാജ് യാത്ര അതിനെക്കുറിച്ചൊക്കെ നാം എപ്പോഴും അതിനെക്കുറിച്ചുള്ള സംഭവ വിവരണങ്ങളും വഅദുകളും പ്രസംഗങ്ങളൊക്കെ കേൾക്കാറുണ്ട്. മൗലിദുൽ ഹുസ്നൈനി ആ സാധാരണ പറയുന്നത് അല്ല പറയുന്നത്. മൗലിദുൽ ഹുസ്നൈനി പറയുന്നത് ആ സംഭവത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ട്. റസൂലുള്ളാഹിയുടെ സ്ഥാനമാനങ്ങൾക്ക് യോജിച്ചിട്ടില്ലേ എന്ന് തോന്നിപ്പോകുന്ന ചില ഭാഗങ്ങൾ, സംശയങ്ങൾ, അതിന് മറുപടി പറയാതെ ആ വിഷയം വിശദീകരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള തഅലീം, ബഹുമാനം, ആ ബഹുമാനത്തിന് കുറവാണ്. അതുകൊണ്ട് ആ വിഷയം പ്രത്യേകം എടുത്തു പറയുകയാണ് മൗലിദുൽ ഹുസ്നൈനിയിൽ. മറ്റുള്ള എല്ലാവരും പറയുന്ന വിഷയം, എല്ലാവർക്കും അറിയാവുന്ന വിഷയം അതിവിടെ അധികം പറഞ്ഞിട്ടുമില്ല. 5-6 കാരണങ്ങളുണ്ട്, രഹസ്യങ്ങളുണ്ട് അങ്ങനെ ഡോറ് തുറന്ന്
വെക്കാതിരിക്കാൻ 5-6 കാരണങ്ങളുണ്ട്. വലം തുഫ്തഹ് ലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ഡോറുകൾ മുൻകൂട്ടി തുറക്കപ്പെട്ടില്ല. ഖബല ഇസ്തിഫ്താഹി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം തുറക്കാൻ ആവശ്യപ്പെടുന്നതിൻ്റെ മുമ്പ് വലിസ്തിദാൻ, ജിബ്രീൽ അലൈഹിസ്സലാം സമ്മതം ചോദിക്കുന്നതിന് മുമ്പ് തുറന്നു വച്ചില്ല. ലിയുലമ അന്ന കുല്ല സമാഇൻ ഫി ഗായത്തിൽ ഹറാസത്തി വൽ ഇഹ്സാൻ. ഒന്നാമത്തെ കാരണം എല്ലാ ആകാശങ്ങളും, ഒന്നാം ആകാശം മാത്രമല്ല, ഒന്നാം ആകാശം മുതൽ 7-ാം ആകാശം വരെയുള്ള ഓരോ ആകാശങ്ങളും വലിയ സംരക്ഷണത്തിലും കാവലിലുമാണ് എന്ന് അറിയപ്പെടാൻ വേണ്ടി റസൂലുള്ളാഹി ചൊല്ലുന്നതിൻ്റെ മുമ്പ് തന്നെ ആ ഗേറ്റ് എല്ലാം തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിക്ക് മനസ്സിലാവില്ല അവിടുത്തെ ആകാശം നിരോധിത മേഖലയാണ്, എല്ലാവർക്കും ചെന്നു ചേരാൻ പറ്റിയ സ്ഥലമല്ല, അത് സുരക്ഷിതമായ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാ ആകാശവും വളരെ സുഭദ്രമാണ്, അങ്ങോട്ട് അത് എല്ലാവർക്കും ചെല്ലെത്താൻ സാധിക്കുന്നതല്ല, അത് നിരീക്ഷണ മേഖലയാണ്, അത് കാക്കപ്പെടുന്ന സ്ഥലമാണ് എന്ന് ഉൾക്കൊള്ളാൻ വേണ്ടി. ഒന്നത് വഅന്ന അഹദൻ ലാ യദ്ഖുലുഹാ ഇല്ലാ ബഅദൽ ഇർസാലി ഇലൈഹി വൽ ഇദാൻ. കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ അള്ളാഹുവിനെ ഇനി ഇഷ്ടപ്പെട്ട ഒരാളോ അള്ളാഹുവിൻ്റെ അടുക്കൽ ബഹുമാന്യരായ ഒരാൾ റസൂലുള്ളാഹിനേക്കാൾ ബഹുമാന്യരായ ആളില്ല. റസൂലുള്ള ചെന്നപ്പോൾ തന്നെ അത് മുൻകൂട്ടി തുറന്നിട്ടില്ലെങ്കിൽ ലോകത്ത് ഒരാളും അങ്ങോട്ട് പ്രത്യേകം അനുമതിയും സമ്മതവും ഇല്ലാതെ ലോകത്ത് ഒരാളും ആകാശത്തിലേക്ക് പ്രവേശിക്കില്ല എന്ന് റസൂലുള്ളാഹിക്ക് ബോധ്യപ്പെടാൻ വേണ്ടി. റസൂലുള്ളാഹിക്ക് വരെ നേരെ തുറന്നു വെച്ചിട്ടില്ലെങ്കിൽ ലോകത്തൊരു കുട്ടിക്കും ഒരു സൃഷ്ടിക്കും ആകാശം തുറന്നു കൊടുക്കില്ല, മുൻകൂട്ടി തുറന്നു കൊടുക്കില്ല, പ്രത്യേക അനുമതിയില്ലാതെ എന്ന് ബോധ്യപ്പെടും. ഈ 2 കാരണങ്ങൾ ആരാ പറഞ്ഞത്? കമാഫി ഷർഹിൽ മസ്വാബിഹിൽ തൂരി ബിഷ്തി അലൈഹി റിദ്വാൻ. ഇമാം ഫളുലുല്ലാഹി അബു അബ്ദില്ലാഹി അത്തൂരി ബിഷ്തി റഹിമഹുല്ല, അവർ ഹിജ്റ 660 വഫാത്തായത്. അവർക്ക് അൽ മുയസ്സർ ഫി ഷർഹിൽ മസ്വാബിഹ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. അൽ മുയസ്സർ എന്ന് പറഞ്ഞ ഗ്രന്ഥം. ഈ അൽ മുയസ്സർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഷറഹുൽ മസ്വാബിഹിൽ അവർ ഈ 2 കാരണങ്ങൾ വിവരിച്ചതായി കാണാം. മാത്രമല്ല 3-ാമത്തെ കാരണം വഅന്ന ഉറൂജഹു ഇലൈഹ അസീസുൻ. 3-ാമത്തെ കാരണം അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബോധ്യപ്പെടാൻ റസൂലുള്ളാഹിയെ ഈ ആകാശത്തിലേക്ക് കൊണ്ടുപോയത്, റസൂലുള്ളാഹി ആകാശത്തിലേക്കുള്ള കയറ്റം, ആ ആഗമനം അത് അമൂല്യമാണ്. ആകാശത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയത് അമൂല്യമാണ്. അസീസ് അലീമും തിനാൻ, അത് മഹാ അനുഗ്രഹമാണ്, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. ലോകത്ത് പലർക്കും നിഷേധിക്കപ്പെട്ട അനുഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ് ശാരീരികമായ അവസ്ഥയിൽ ആ ആനുകൂല്യം, ആ നിഅമത്ത് അല്ലാഹു തആല കൊടുത്തത്. വേറെ ഒരൊറ്റ നബിക്കും അല്ലാഹു തആല കൊടുത്തിട്ടില്ല, ഒരൊറ്റ വലിയനും അല്ലാഹു തആല കൊടുത്തിട്ടില്ല. അപ്പോൾ ആകാശത്തിലേക്ക് ശാരീരികമായ യാത്ര നടത്തി എന്ന് പറയുന്നത് അമൂല്യവും അതിമഹത്തായ അനുഗ്രഹവുമാണെന്ന് ഉൾക്കൊള്ളാൻ. അതാണ് 3-ാമത്തെ കാരണം. വഅന്ന സമാ അല്ലതി ഹിയ മഹ്ബിത്തുൽ ഖുർആൻ. 4-ാമത്തെ കാരണം ഖുർആൻ ഇറങ്ങി വരുന്ന വഴിയാണ്, മേഖലയാണ് ആകാശം. അപ്പോൾ ഖുർആൻ ഇറങ്ങുന്നത് ആകാശത്തിൽ നിന്നാണല്ലോ. 7 ആകാശത്തിൻ്റെ മുകളിലാണ് ലൗഹുൽ മഹ്ഫൂദ്, അവിടെ ഖുർആനുണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ. അതുപോലെ 1-ാം ആകാശത്തും ഖുർആൻ ഫുള്ളുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ
ഖുർആൻ ഇറങ്ങി വരുന്ന മേഖലയായ ആകാശം സഖ്ഫുൻ മഹ്ഫൂദ്, അത് സുരക്ഷിതമായ സൂക്ഷിക്കപ്പെട്ട മിൻ കുല്ലി ജാൻ, എല്ലാ ജിന്നുകളിൽ നിന്നും പിശാച്ചിൽ നിന്നും വിലക്കപ്പെട്ട സൂക്ഷിക്കപ്പെട്ട സ്ഥലമാണ്, മേഖലയാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന ആകാശം എന്നും ബോധ്യപ്പെടാൻ. അല്ലെങ്കിൽ ഏതെങ്കിലും ജിന്നിനോ ശൈത്വാനോ ഇടപെടാൻ സാധിക്കുന്ന മേഖലയിൽ നിന്നാണ് ഖുർആൻ വരുന്നത് എങ്കിൽ ആ ഖുർആനിൽ ജിന്നോ പിശാച്ചോ കൈക്കടത്താൻ, ഖുർആൻ എഴുതി വെച്ചത് മായ്ച്ച് വേറൊന്ന് എഴുതാനോ അങ്ങനെ കൈക്കടത്താനുള്ള ചെറിയൊരു സാധ്യതയെങ്കിലും അവിടെ ഉണ്ട്. ആ സാധ്യത വരാതിരിക്കാനാണ് ആകാശത്തേക്കാർക്കും പ്രവേശനമല്ല. ആകാശത്തേക്ക് എന്നല്ല, ആകാശത്തിൻ്റെ തൊട്ടടുത്തുള്ള മേഖലയിലേക്ക് വരെ ജിന്നും ഷെയ്ത്താനൊക്കെ എത്തിയാൽ അവരെ ഉൽക്കകളെ കൊണ്ട് എറിയപ്പെടുമെന്ന് ജിന്നുകൾ തന്നെ സൂറത്തുൽ ജിന്നിൽ അല്ലാഹു തആല ജിന്നുകൾ പറഞ്ഞതായി അവരനുഭവം പറയുന്നതായി ജിന്ന് സൂറത്തിൽ കാണാം. വഅന്നാ കുന്നാ നഖഉദു മിന്നാ മഖാഇദ ലിസ്സമഇ ഫമൻ യസ്തമി ഇല്ലാ നജിദ് ലഹു ശിഹാബർ റസദ. ഞങ്ങൾ ആകാശത്തിൻ്റെ തൊട്ടടുത്ത മേഖലയിൽ പോയി ഇരിക്കാറുണ്ടായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് ഇരിക്കാറുണ്ടായിരുന്നു. അവിടെ ഇരുന്നാൽ ആകാശത്തിൽ നടക്കുന്ന സംസാരങ്ങളൊക്കെ, മലക്കുകളെ സംസാരമൊക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയും. പക്ഷേ ഇന്ന് ആരെങ്കിലും, മുഹമ്മദ് നബി വന്നതിന് ശേഷം ആരെങ്കിലും ആ പണി ചെയ്താൽ യജിദ് ലഹു ശിഹാബർ റസദ, അവനെ നിരീക്ഷിച്ചുകൊണ്ട് അവനെ കരിക്കാൻ ഉൽക്കകൾ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഉൽക്കകളെ കൊണ്ടുള്ള ഏറ് ലഭിക്കുമെന്ന് ജിന്നുകൾ അനുഭവം പറയുന്നതായി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്നിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നല്ലേ ആകാശം. അപ്പോൾ ആ ഒന്നാം ആകാശത്തിലേക്ക് തന്നെ ആർക്കും പ്രവേശനമില്ല, ഒരു ജിന്നിനും ശൈത്വാനും പ്രവേശനമില്ല. അതുകൊണ്ട് ഒന്നാം ആകാശത്തുള്ള വിശുദ്ധ ഖുർആനിൽ കൈ കടത്താൻ, അതിൽ എഴുതിയത് മായ്ക്കുവാനോ പുതിയ എഴുതുവാനോ ആർക്കും സാധിക്കില്ല. കമാ ഖാല തആല, ഇതും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വഹഫിദ്നാഹായി സമാ, ആകാശത്തെ നാം സുരക്ഷിതമാക്കി, മിൻ കുല്ലി ശൈത്വാൻ, എല്ലാ പിശാച്ചിൽ നിന്നും നാം ആകാശത്തെ സുരക്ഷിതമാക്കിയെന്ന് സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹു പറഞ്ഞു. അതിതാ ഉദ്ദേശിച്ച്. വഖാല, അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വഇന്നഹു ലകിതാബുൻ അസീസ്, വിശുദ്ധ ഖുർആൻ ലകിതാബുൻ അസീസുൻ, അത് പ്രതാപമുള്ള ഒരു വേദം തന്നെയാണ്. ലാ യഅതീഹിൽ ബാത്തിൽ ഐ ശൈത്വാൻ, ആ വിശുദ്ധ ഖുർആനിനെ ശൈത്വാന് സമീപിക്കില്ല. വിശുദ്ധ ഖുർആൻ എഴുതി വെച്ച മേഖലയിലേക്ക് ശൈത്വാൻ സമീപിക്കില്ല. മിൻ ബൈനി യദൈഹി, വിശുദ്ധ ഖുർആനിൻ്റെ മുൻഭാഗത്തിലൂടെയോ, വലാ മിൻ ഖൽഫിഹി, വിശുദ്ധ ഖുർആനിൻ്റെ പിൻഭാഗത്തിലൂടെയോ പിശാചിന് വരാൻ സാധിക്കില്ല. തൻസീലും മിൻ ഹക്കീമിൻ ഹമീദ്, ആ വിശുദ്ധ ഖുർആൻ തന്ത്രജ്ഞനും സ്തുത്യർഹനുമായ അള്ളാഹുവിൽ നിന്നും അവതരിച്ചതാണ്. ഐ ഫിൽ ഇത്ഖാൻ, ആ വിശുദ്ധ ഖുർആനിൻ്റെ ദൃഢതയിൽ അള്ളാഹു തആലാക്ക് വലിയ യുക്തിയും തന്ത്രവുമുണ്ട്. അങ്ങനെയുള്ള വിശുദ്ധ ഖുർആനാണത്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? വിശുദ്ധ ഖുർആനിൽ പിശാച് സമീപിക്കൂല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഫലാ യംബഗി അൻ യർതാബ ഫീഹി ജനാൻ, വിശുദ്ധ ഖുർആൻ സത്യമാണെന്നതിൽ ഒരു മനസ്സും ഒരു ഹൃദയവും സംശയിക്കേണ്ടതില്ല, തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്ന് അള്ളാഹു തആല പറയുന്നത്. അപ്പം എത്ര കാരണമായി? 4 കാരണം നാം പറഞ്ഞു. 5ാമത്തെ കാരണം, വയഹ്തമിലു അന്നഹും ഫീ സക്രത്തി സുബ്ഹാത്തി ജമാലി ഔ സതവാത്തി ജലാലി ദയ്യാൻ. 5ാമത്തെയും 6ാമത്തെയും കാരണം, ഈ മലക്കുകൾ 1-ാം ആകാശം മുതൽ 7 ആകാശം വരെയുള്ള മലക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ട് എന്നുള്ളവർക്ക് നേരത്തെ തുറന്നു വെച്ചില്ല. അതിന് കാരണം മുല്ല അലിയിനുൽ ഖാരി പറഞ്ഞ കാരണമാണത്. 4 കാരണം നാം പറഞ്ഞു. 5ാമത്തെ കാരണം, മലക്കുകൾക്ക് 2 അവസ്ഥ ഉണ്ടാവാറുണ്ട്. അള്ളാഹുവിൻ്റെ ഭംഗി കണ്ട് ആസ്വദിച്ച് അവരെ ചുറ്റുഭാഗത്തുള്ളതെല്ലാം പരിസരം മറന്നു പോകുന്ന അവസ്ഥ
മലക്കുകൾക്ക് ചിലപ്പോൾ ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് വരുന്ന ആ ദിവസം ആകാശത്തൊക്കെ വലിയ റഹ്മത്തിൻ്റെ ദിവസമല്ലേ, വലിയ സന്തോഷമുള്ള ദിവസമല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ ജമാല്, ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ ജമാല്, അള്ളാഹുവിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധി കൂടുതൽ മനസ്സിലാകുന്ന, മലക്കുകൾക്ക് ദർശിക്കുന്ന, ഉൾക്കൊള്ളുന്ന ദിവസമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭംഗി കണ്ട് ആ ഭംഗിയിൽ ഭംഗിയിൽ മസ്തായി ആ മലക്കുകൾക്ക് യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിനെക്കുറിച്ചുള്ള ആ പരിസരബോധമില്ലാതായി പോയതുകൊണ്ടാണ്, അവർ മയങ്ങിപ്പോയതുകൊണ്ടാണ് അവർ ഡോറ് നേരത്തെ തുറന്നു വെക്കാതെ മുട്ടിയപ്പോൾ ശ്രദ്ധ വന്ന് തുറന്നു. അത് മുല്ല അലിയൻകാരി പറഞ്ഞ അഞ്ചാമത്തെ ഒരു കാരണമാണ്. ആറാമത്തെ കാരണം അവർ പറഞ്ഞത് തന്നെ ഔ സതവാത്തി ജലാലി ദയ്യാനായ അള്ളാഹു താലയുടെ ഗാംഭീര്യം ഉൾക്കൊണ്ടതിലുള്ള മസ്ത്. അങ്ങനെ മൽക്കാക്ക് രണ്ടാമത്തെ അവസ്ഥ ഉണ്ടാവും. അള്ളാഹു രണ്ടാലൊന്നാ ഉണ്ടാകും. ഒന്നിരിക്കൽ അള്ളാഹുവിൻ്റെ ഭംഗി, ജമാല് കണ്ടിട്ടുള്ള മസ്ത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ജലാല്, ഗാംഭീര്യം ഉൾക്കൊള്ളും. ചിലപ്പോൾ ഗാംഭീര്യത്തിലാണ് അള്ളാഹുവിൻ്റെ ദർശനം അവർക്കുണ്ടാകുക. അപ്പോൾ അള്ളാഹുവിൻ്റെ ഗാംഭീര്യം ഉൾക്കൊണ്ടുകൊണ്ട് മലക്കുകൾ ആ മസ്തിൽ, അബോധാവസ്ഥയിൽ, പൂർണ്ണമായ അബോധാവസ്ഥയല്ല, ആ അബോധാവസ്ഥയിൽ മലക്കുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത് മുൻകൂട്ടി ഡോറ് തുറന്നു വെക്കാൻ സാധിച്ചില്ല. ഇങ്ങനെ 5-6 കാരണങ്ങൾ ഉണ്ടാവാം. ഈ 5ഉം 6ഉമാണ് സംശയം പറയുന്നത്. അല്ലാത്തതൊക്കെ ഉണ്ട് എന്ന് ഉറപ്പന്നെ. 4 കാരണങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പന്നെ. 5ാമത്തെ കാരണവും 6ാമത്തെ കാരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വലഖിയ ബിഹ അംബിയ, ഈ 7 ആകാശങ്ങളിൽ അംബിയാവിനെ അവിടെ വെച്ച് കണ്ടു. എല്ലാ അംബിയാവുമല്ല, ഏതാനും അംബിയാക്കളെ വെച്ച് കണ്ടു. ഏതൊക്കെ അംബിയാവിനെ കണ്ടത്? 1-ാം ആകാശത്തെത്തിയപ്പോൾ സയ്യിദുന ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം ഉണ്ട് 1-ാം ആകാശത്ത്. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം അവിടെ റസൂലുള്ളാഹിനെ സ്വാഗതം ചെയ്തു. മർഹബൻ ബില്ലിബ്നി സ്വാലിഹ് വന്നബിയ്യി സ്വാലിഹ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എല്ലാവർക്കും പറ്റിയ ഒരു നബി, ലോകത്തുള്ള എല്ലാ ആളുകൾക്കും, എല്ലാ ആളുകളിലേക്കും, എല്ലാ സൃഷ്ടികളിലേക്കും ഉള്ള എല്ലാവർക്കും പറ്റിയ ഒരു നബി എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്തു. ആ നബിക്ക് സ്വാഗതം. ഒരു അതിഥി നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ സ്വാഗതം ചെയ്യണം. സ്വാഗതത്തിൻ്റെ ഭാഷ ആ അതിഥിക്ക് ഇഷ്ടപ്പെട്ട ഏത് ഭാഷയുമാവാം, ഏത് രീതിയുമാവാം, സ്വാഗതം ചെയ്യണം അതിഥി വരുമ്പോൾ. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു മര്യാദ എന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച ഇമാമിങ്ങൾ പറഞ്ഞതായി കാണാം. സ്വാഗതം ചെയ്യൽ സുന്നത്താണ്. അതിഥി വരുമ്പോൾ സ്വാഗതം, ഇങ്ങോട്ട് കടന്നു വരൂ, ഇങ്ങോട്ട് വന്നോളൂ, ഇരുന്നോളൂ, വളരെ സന്തോഷമായി, നിങ്ങളെ വരവ് വളരെ സന്തോഷമായി എന്ന് പറയാം. അത് സ്വാഗതമാണ്, സ്വാഗതത്തിൻ്റെ ഒരു രീതിയാണ്. നിങ്ങൾ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി, ഞങ്ങൾക്ക് സ്വർഗത്ത് ചെന്നതുപോലെയായി, ഇങ്ങനെയൊക്കെ സ്വാഗതം പറയുന്നവരുണ്ട്. അപ്പോൾ മുത്തനബിക്ക് സ്വാഗതം പറഞ്ഞു, എല്ലാ നബിമാരും സ്വാഗതം പറഞ്ഞു, കണ്ടവരൊക്കെ സ്വാഗതം പറഞ്ഞു. മർഹബ എന്ന സ്വാഗതം പറഞ്ഞു. മർഹബൻ ബിൻ നബിയ്യി സ്വാലിഹ്, ആദം നബി അലൈഹി സ്വലാം ബിൽ ഇബ്നി സ്വാലിഹ് എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ആദം നബി അലൈഹി സ്വലാമിൻ്റെ ഉപ്പയാണ്. നൂറ് മുഹമ്മദിയിലേക്ക് നോക്കുമ്പോൾ ഉപ്പയാണ്. പക്ഷേ ആദം നബി അവിടെ മകൻ എന്ന് പറയാൻ കാരണം, മകന് സ്വാഗതം എന്ന് പറയാൻ കാരണം, മുത്തനബി ചൊല്ലുന്നത് മുത്തനബിൻ്റെ നൂറ് മുഹമ്മദി അല്ലല്ലോ ചൊല്ലുന്നത്, മുത്തനബിയുടെ ശരീരമാണ് ചൊല്ലുന്നത്, ശാരീരിക പ്രവാചകരാണ് ചൊല്ലുന്നത്. അപ്പോൾ അവിടെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ആദം നബിയുടെ ശരീരത്തിൻ്റെ മകനാണ് മുത്തനബിയുടെ ശരീരം. റൂഹിലേക്ക് നോക്കുമ്പോൾ മുത്തനബിയുടെ റൂഹ് ആദം നബിയുടെ റൂഹിൻ്റെ ഉപ്പയാണ്. ഏതായാലും 1-ാം ആകാശത്ത് ആദം നബി അലൈഹി സ്വലാം, 2-ാം ആകാശത്ത് ഈസാ നബി അലൈഹി സ്വലാമും യഹ്യ നബി അലൈഹി സ്വലാമുണ്ട്. 3-ാം ആകാശത്ത് യൂസുഫ് നബി അലൈഹി സ്വലാമുണ്ട്. 4-ാം ആകാശത്ത് ഇദ്രീസ് നബി അലൈഹി സ്വലാമുണ്ട്. ഇതൊക്കെ ഹദീസിൽ വന്നതാ, മുസ്ലിമിൻ്റെ ഹദീസ് കാണാം, ബുഖാരിയിലുമുണ്ട്. 5-ാം ആകാശത്ത് ഹാറൂൻ നബി അലൈഹി സ്വലാമുണ്ട്. 6-ാം ആകാശത്ത് മൂസാ നബി അലൈഹി സ്വലാമുണ്ട്. മൂസാ നബിയും ഹാറൂൻ നബിയും പ്രഗത്ഭര 2
മുർസലീങ്ങളാണ്. അവർ രണ്ടാളും ഒരേ സമയത്ത് ഒരേ നാട്ടിലേക്ക് ഒരേ ജനങ്ങളെ സമുദ്ധരിച്ച് വന്നവരാണ്. പക്ഷേ അവർ രണ്ടുപേരും ആകാശത്തൊരൊറ്റ ആകാശത്തല്ല നിൽക്കുന്നത്, രണ്ടുപേരും രണ്ടാകാശത്താണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും സ്വന്തമായി പ്രവാചകത്വം ഉണ്ട് എന്ന് മനസ്സിലായി. രണ്ടാളും കൂടി ഒരു മിക്സഡ് പ്രവാചകത്വമല്ല. മൂസാ നബിക്ക് സ്വന്തമായിട്ടൊരു പ്രവാചകത്വമുണ്ട്, ഹാറൂൻ നബിക്ക് സ്വന്തമായിട്ട് പ്രവാചകത്വം ഉണ്ട് എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ രണ്ടാളും കൂടെ ഓരോ സ്ഥലത്താണ് ഉണ്ടാവുക. അപ്പോൾ ഹാറൂൻ നബി അലൈഹി സ്വലാം 5-ാം ആകാശത്തും മൂസാ നബി അലൈഹി സ്വലാം 6-ാം ആകാശത്തും. 7-ാം ആകാശത്തെത്തിയപ്പോൾ അവിടെ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാം 7-ാം ആകാശത്ത്. അവരൊക്കെ സ്വാഗതം പറഞ്ഞു. മിൻഹും തർഹീബും ബിഹി വതഹാൻ, മിന്നും തർഹീബും ബിഹി, അവരെല്ലാം റസൂലുള്ളാഹിയെ സ്വാഗതം ചെയ്തു, വതഹാൻ അനുമോദിക്കുകയും ചെയ്തു. ദഅലി ബി ഖൈർ എന്ന് കാണാം ഹദീസിൽ. അവരൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്തു, അതാണ് പ്രാർത്ഥന കൊണ്ട് അനുമോദിച്ചു. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. സ്വല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.